ഇതിപ്പോ ആരെവിടെ? ഇത് പൂട്ടി കിടക്കല്ലേ? അമ്മേ! ചെക്ക, നീ ഇന്നലെ വന്നല്ലേ ഉള്ളോ? അപ്പോഴേക്കും അതെന്തിനാ തിരുപ്പിടിച്ച് അവിടെ തന്നെ ഇരിക്കുന്നേ? അതിനിപ്പോ എന്താ, ഇനി ഒരാഴ്ച കഴിഞ്ഞല്ലേ ഉള്ളൂ ക്ലാസ്. അതും പറഞ്ഞ് നീ ഏത് നേരം ആ പൊത്തിൽ കയറിയിരുന്നോ? ഓ, ഞാനിത് പുറത്തു പോവാ. ഇരുട്ടാൻ നിൽക്കണ്ട കേട്ടോ. നീതെപ്പറ്റി? ഞാൻ നേരെ തരാം. നീയോ? ഞാൻ വന്നിട്ട് കുറച്ച് ദിവസമായി. നീ എങ്ങോട്ടാ പോണേ? ഞാനവിടെ പോവാൻ, ഞാൻ നിന്നെ കാണാൻ വന്നതല്ലേ. നിനക്ക് പ്രായത്തിൽ വിശ്വാസമുണ്ടോ? നീ വല്ല ഷോർട്ട് ഫിലിം എടുക്കാൻ പോണ്ട? ആ, ഒരു ഹൊറർ ടൈപ്പ് എടുക്കണം. ഒന്ന് ചിരിക്കടാപ്പാ. വലിയ കുഴപ്പമില്ലല്ലേ? ഇനി എന്താ പരിപാടി? എനിക്ക് പോയിട്ട് കുറച്ച് കാര്യമുണ്ട്, പിന്നെ കാണാം. നീ എന്താ വരാൻ പറഞ്ഞേ? നീ വാ. അമ്മ ബാക്കിൽ പണിയില്ല, വിളിക്കണ? ഏയ് വേണ്ട. നീ ഇവിടെ ഇരി, ഞാൻ വെള്ളം എടുത്തിട്ട് വരാം. കഴിക്കാൻ വല്ലതും വേണോടാ? എന്തൊന്നും ഉണ്ടാവില്ല. ഇനി പറ, നീ എന്താ വരാൻ പറഞ്ഞേ? നമ്മൾ തമ്മിൽ കണ്ട് അത് കഴിഞ്ഞൊന്ന് ചുറ്റിയടിച്ച് വൈകുന്നേരം ആയപ്പോഴാ വീട്ടിൽ കയറി. ഒരു ഗുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാ. അമ്മേ! എന്തേ? ഹേയ്, ഒന്നുമില്ല. ഞാനത് കാര്യമാക്കിയില്ല. പിന്നെ നമ്മുടെ സെൽഫി ഒന്ന് നോക്കിയപ്പോഴാ, നമ്മളെടുത്തപ്പോൾ അതിനൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ഫോട്ടോയോ അപ്പോഴാണ് നീ വിളിക്കുന്നത്. ഈ ഫോട്ടോയ്ക്ക് എന്താ കുഴപ്പം? അതല്ലേ ഞാൻ പറഞ്ഞേ. എന്നിട്ട് എനിക്കൊന്നും കാണുന്നില്ലല്ലോ. അത് പിന്നെ നീ ആ ഹൊറർ മൂവിയുടെ കാര്യം കൊണ്ട് വന്നപ്പോഴെനിക്ക് തോന്നിയതാ ഇങ്ങനെ എന്തെങ്കിലും ആയിരിക്കുന്നു. ഞാൻ പോണ്, എനിക്ക് വേറെ പണിയുണ്ട്. ഡാ, നീ ഇവിടെ നിൽക്ക്, ഞാനും ഉണ്ട്. എനിക്കൊന്ന് ആ വീട് വരെ പോകണം. മച്ചാനെ, നീ ഇത് നോട്ട് ചെയ്തോ? ഈ വീടിന് എന്തോ ഒരു കുഴപ്പമുണ്ട്. വാ പോവാം. ഞാൻ ചാടുക. ഞാൻ കണ്ടോ തൊട്ടാ ഇവിടെ ആരും. ഇതെല്ലാം അടച്ചിട്ടിരിക്കാലോ.
ഇങ്ങനത്തെ വീടാ. ഇതിൽ നടന്നാൽ പോലും ആരും അറിയില്ല. പക്ഷേ എന്നാലും ഇപ്പം എന്തൊക്കെ ഉണ്ട് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഓ പിടിക്കും. ഹേ സോറി. പിന്നെ ഒന്ന് പേടിക്കുന്നോ പന്നി മാറങ്ങട്. ഹേയ്, അവിടെ ചെളിയുണ്ട്. അത് മാത്രമല്ല വേറെ എന്തോ ഇവിടെ ഉണ്ട്. നീ എന്തിനാ തീർക്കണേ? എനിക്കറിയില്ല. ഇതെന്തൊരു നാറ്റം? നാറ്റോ? എനിക്കും തോന്നുന്നില്ലല്ലോ. ഇവിടെ നിന്നത് മതി, പോവാം. ഈ അമ്മ ഇതെവിടെ പോയി? ഹലോ, അമ്മ എവിടെയാ? ആ ശരി. അതിനിപ്പോൾ ഞാനെന്തിനാ അങ്ങോട്ട് വരുന്നേ? ഹലോ ഹലോ അമ്മേ. ഓ ഫോൺ ഓഫായി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എന്താ കാര്യം? എടാ ഒന്നുമില്ലടാ, അമ്മയെ വിളിച്ചാ. അമ്മ ഇവിടെ ഇല്ല, ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പോയിരിക്കുക. എന്നോട് അങ്ങോട്ട് ചെല്ലാനായിട്ട്. നിൻ്റെ ഫോൺ എന്താ? ഫോണില്ലടാ. ആ, നീ എന്തായാലും അമ്മ വിളിച്ചതല്ലേ, ഒന്ന് പോയിട്ട് വാ. വെക്കേഷൻ വന്നതല്ലേ. എടാ പേര് നീ വിട്ടടാ, നിനക്ക് ഇങ്ങോട്ടല്ലേ പോണ്ടേ, എനിക്ക് ഈ വഴിയാണ് പോണ്ടേ. ആ അപ്പം ശരി. ആ സിട്ടു, എന്താടാ? എൻ്റെ ഒരു കസിൻ പോലീസിലല്ലേ? പോവാ. ആളിപ്പോൾ എവിടെയാ? ആളിപ്പോൾ നമ്മുടെ സ്റ്റേഷനുണ്ട്. ആ, നീ എന്ത് ചോദിച്ചേ? എന്നാ പോട്ടെ. നിനക്ക് കുടിക്കാൻ എന്തിനാ 2 ഗ്ലാസ് ജ്യൂസ്? ഒരെണ്ണം തൊട്ടിട്ട് കൂടിയില്ലേ, അത് വെറും വേസ്റ്റ് ആയില്ലേ? ആ ശരി. നിനക്കൊന്നും ഉറക്കില്ലടാ ഈ നേരത്ത്? നീ എന്താ എനിക്ക് വിളിക്കാൻ പറഞ്ഞ മെസ്സേജ് അയച്ചിരുന്നേ? എന്താ കാര്യം? അത് ചേട്ടാ ചേട്ടാ നാളെ ഡ്യൂട്ടി ഉണ്ടോ? നീ കാര്യം പറയടാ. നാളെ ഇവിടെ മരുന്ന് വരൂ. ഒരു കാര്യം പറയാനുണ്ട്. നാളെ തന്നെ വേണോ? അതെ. ശരി, ഞാൻ വരാം. ഞാനങ്ങനെ മെസ്സേജ് ഒന്നും അയച്ചില്ലല്ലോ. ഇതിലിപ്പോൾ എന്തുണ്ടെന്നാ നീ പറയണേ? എൻ്റെ ദേവേട്ട ഒന്ന് വിശ്വസിക്ക്. ഞാൻ ഇന്നലെ രാത്രി കണ്ടതല്ലേ. പക്ഷെ ഇപ്പോൾ നിന്റെ ഓരോ തോന്നലുകൾ. ഇതെവിടാ ഒരു സ്മെല്ല് വരുന്നില്ലേ? സ്മെല്ലോ? എനിക്കൊന്നും കിട്ടണല്ലോ.
എന്തോ ചീഞ്ഞതുപോലെ. ഇതെവിടാ നോക്ക്. ഇതെന്താടാ അത്? എനിക്ക് ഉറപ്പാ അവിടെ ആരെയോ കൊന്നിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ സംഭവിക്കാൻ പാടില്ലെന്തോ സംഭവിച്ചിട്ടുണ്ട്. ശരി, ഞാൻ സമ്മതിച്ചു നീ പറയുന്നത്. പക്ഷെ എന്ത് അടിസ്ഥാനത്തിലാണ് ഞാൻ അവിടെ പോയി അന്വേഷിക്കുക? ഒരു സോളിഡ് പ്രൂഫ് ഇല്ലാതെ എനിക്ക് ഒഫീഷ്യലായി ഒന്നും ചെയ്യാൻ കഴിയില്ല സിദ്ധു. അത് ശരി, ചേട്ടനൊരു പോലീസ് ഓഫീസറല്ലേ, അപ്പോൾ ഒന്ന് അൺഒഫീഷ്യലായിട്ടെല്ലാം അന്വേഷിച്ചൂടെ? ഞാൻ നോക്കട്ടെ. കുറച്ചധികം കാലമായി പൂട്ടിയെടുക്കുന്ന വീടാണിത്. ഇവിടെ ഈ അടുത്തായി അൺനാച്ചുറലായി മൂവ്മെൻറ്റ്സോ അല്ലെങ്കിൽ അപരിചിതരായ ആൾക്കാരോ അല്ലെങ്കിൽ അങ്ങനെ എന്ത് കാര്യമുണ്ടെങ്കിലും താനൊന്ന് പോയി ചോദിക്കുക. ഇത് അവിടെ പോയി ഒന്ന് അന്വേഷിക്കുക. യെസ് സാർ. ഇതെവിടെ എന്തായി? ആ, നീ പറഞ്ഞ സ്ഥലത്ത് തന്നെ കുഴിക്കാൻ തീരുമാനിച്ചു. കുറച്ച് ദിവസം മുമ്പ് എവിടോ? ഇവിടെ ആൾക്കാരെ അവിടെയല്ല, കണ്ടുന്നാ പറയണേ. അതും പരിചയമില്ലാത്തവരെ. ബാക്കി നോക്കിയിട്ട് പറയാം. നീ എന്താ അമ്മയുടെ കൂടെ പോകാതിരുന്നേ? അമ്മ ചേച്ചിയുടെ അളിയനെ വീട്ടിൽ പോയതാ. ഞാൻ 2 ദിവസം കഴിഞ്ഞാൽ പോകും. നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. അമ്മയെ കാണുമ്പോൾ പറയണം, ഞാനവരെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. എന്നെ ഓർത്ത് സങ്കടപ്പെടരുതെന്ന് പറയണം. നീ എന്തിങ്ങനെ പറയണേ? വീട്ടിലെന്താ പ്രശ്നം? മാത്യു, മാത്യു, ഇതെവിടെ പോയി? കാണാനില്ല. മാത്യു, ഏയ്. മാത്യു, ഞാൻ വന്നിട്ട് കുറച്ച് ദിവസമായി. അവിടെ ചെളിയുണ്ട്. നിനക്ക് കുടിക്കാൻ എന്തിനാ 2 ഗ്ലാസ് ജ്യൂസ്? എൻ്റെ ഒരു കസിൻ പോലീസിലല്ലേ, എന്നെ ഓർത്ത് സങ്കടപ്പെടരുതെന്ന് പറയണം. ഹലോ. ആ സിദ്ധു, നീ പറഞ്ഞത് ശരിയാ. ഇവിടുന്നൊരു ബോഡി കിട്ടി. മെയിലാണ്. സാർ. കുറച്ച് ദിവസത്തെ പഴക്കമുണ്ട്. ബാക്കി ബ്ലാക്ക് ഷർട്ടാണ്. മാത്യു വർഗീസ് ജോൺ, ഹലോ, മൈ ബെസ്റ്റ് ഫ്രണ്ട്. അത് നിനക്കതിനെ അറിയാം. ഹലോ, ചിരിക്കടാപ്പ. നടന്നൊന്നും വിശ്വസിക്കാനാവുന്നില്ല. എല്ലാം തോന്നലായിരുന്നു. അതോ ആത്മാക്കൾ ശരിക്കും ഉണ്ടോ? ഉത്തരമില്ല. അവന് സംഭവിച്ചത് അറിയിക്കാനാവണം എന്നിലൂടെ ശ്രമിച്ചത്. ഇത്തവണ നേരത്തെ അവധിക്ക് വന്നതാ ഒരു സർപ്രൈസ് കൊടുക്കാൻ. പക്ഷേ വിധി മറിച്ചായിരുന്നു. അന്വേഷണം നടക്കുന്നു. ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. ആൾ മാറി കൊന്നതാവാനേ തരമുള്ളൂ, അല്ലാതെ അവനോട് ആർക്കപ്പാകാം. ബോഡി കണ്ടെടുത്ത സ്ഥലത്തിൻ്റെ ഉടമസ്ഥരിൽ നിന്ന് കൂടുതലായി ഒന്നും അറിയാനായില്ല. അവനിനി കാണാൻ കഴിയില്ല എന്ന വിഷമത്തോടെ അവധി കഴിഞ്ഞാൻ പോകുന്നു. ഒന്നുറപ്പാണ്, ആത്മാക്കളുള്ളതാണെങ്കിൽ ഇത് ചെയ്തവർ പിടിയിലാവാതെ അവൻ പോകില്ല. മോനെ ഇറങ്ങിക്കോ, ഇനി വൈകണ്ട. ആ ഇതാ വരുന്നു. ഇനി പറയണേ